മരതക പട്ടുടുക്കാനൊരുങ്ങുന്ന വയലേല. മീനുകൾ ചാടും നോക്കിയേ. എന്നെ കാണുമ്പോ സ്റ്റഫ്ഡ് മുളക് ബജ്ജി. അപ്പൊ 5 മുളക് ബജ്ജി നമ്മുടെ അടുത്തുണ്ട്. അല്ല, ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. മുളക് ബജ്ജി ഇതിന്റെ പേര്. അച്ഛാ, ഇതിന്റെ പേര് ബജ്ജി മുളക്. അവയവങ്ങളെല്ലാം എടുത്ത് പുറത്തിടണം. സ്പൂണിന്റെ തലക്കിൽ ഒരു വയറ് വേണം അങ്ങനെ. അപ്പൊ അവിടെ ഒരു TV വെക്കുക. അപ്പൊ അതിലേക്ക് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നിന്റെ മൂക്കിന്റെ ഓപ്പറേഷൻ ചെയ്തില്ലേ. ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ളതാണ് കേട്ടാ ഈ കൂട്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു മധുരമുള്ളതാ നല്ലതെന്ന്, ഞാൻ പറഞ്ഞു എരിവുള്ളതാ നല്ലത്. ചരിത ഭയങ്കര മഴക്കാരുണ്ട്. ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായി. ചേടാ, ആ ഫ്ലാറ്റ് അവിടെ പണിതില്ലായിരുന്നെങ്കിൽ ഇവിടെ മഴ പെയ്തില്ല അല്ലേ. 3 എണ്ണം നമ്മുടെ നിറച്ചു കഴിഞ്ഞു. ചാലിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഇറങ്ങി. ഞാൻ വിടൂല പട്ടി, വിടൂല. അയ്യോ, വെളിച്ചെണ്ണ ചൂടായിട്ടില്ലേ? അയ്യോ, മുക്കറി അതിനെ തലക്കി പിടിച്ചിട്ട് മുക്കറി. ഞാനത് കഴിക്കാൻ പോട്ടെ. എല്ലാരും കഴിച്ചോട്ടാ. ഉരുളങ്ങാണ് അതിൻ്റെ ഉള്ളില്. കാപ്പി കുടിക്കാൻ ചൂടില്ല. ഇല്ല. മീനുകൾക്ക് തീറ്റിട്ട് കൊടുത്തിട്ടില്ല. പേളി മിണ്ടാണ്ടക്ക്. മീനുകൾ ചാടും നോക്കിയേ. കണ്ടാ പേളിയാ, മീനുകൾ ചാടണണ്ടാ. എന്താ ചാർലി അവിടെ സിറ്റ് ഡൗൺ. ഷെയ്ക്കിൻ്റെ കാല് ആകപ്പോൾ അവരാ മിണ്ടാണ്ട് നടത്താം. താങ്ങ കോഴികളൊക്കെ തീറ്റി വേണ്ടിയിട്ട് നോക്കട്ടെ. നമ്മുടെ കോഴിക്കൂട് കണ്ട നല്ല ഭംഗിയാവാനുള്ള കാരണം സരിതയാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ പറയണല്ലോ. എന്താ നീ അവിടെ നിൽക്കണ്ട. സൂര്യപ്രകാശത്തിന്റെ മറവിലേ പ്രായത്തിന്റെ പോലെ തോന്നുന്നു. അല്ല, അതാ അങ്ങനത്തെ ഒരു ഭയങ്കര ഭംഗിയാ. അപ്പൊ കുഴപ്പമില്ല. തീറ്റ കഴിയാറായി തരുതാ. ഇനി അടുത്ത ഗ്രോവർ വാങ്ങിക്കല്ലോ. മറ്റേ വലിയവരുടെ തീറ്റ അവര് തിന്നണല്ലേന്ന് തോന്നൂല്ലേ. ഇതാവും തിന്നണല്ലേ. അതെ, അത് കുഴപ്പമില്ല. അവര് കുറച്ച് കഴിഞ്ഞാൽ തീറ്റിട്ട് കൊടുക്കാലോ. രണ്ടാനം എന്താ പറയാ, വളർത്തമ്മേനെ 30 കുട്ടികളാണ് വളർത്തമ്മയ്ക്ക്. ആറ്റുനോറ്റ് കുട്ടി ഉണ്ടായപ്പോ 30 എണ്ണം. മറ്റൊരു 2 പേരും പുറത്തേക്ക് ഇറക്കി. അവർക്ക് വിറ്റാമിൻ D കുറവുണ്ട് എന്ന് പറയണ ചേട്ടാ. അപ്പൊ വെയിൽ കൊള്ളാൻ വേണ്ടി ഇറക്കിയേക്കാം. ചേട്ടന് ഇഷ്ടമില്ലാത്തൊരു പാട്ട് പാടട്ടെ ഞാൻ. ഏത് പാട്ട്? ഇവിടെ വന്ന് ശരി, വന്നേക്കാം. മണി പോലെ മഞ്ഞുരുകി മണിച്ചുണ്ടിൽ തേനൊഴുകി മിഴികളാം നക്ഷത്രങ്ങൾ പരസ്പരം പ്രതിജ്ഞ ചൊല്ലി പിരിയുകയില്ലിനി നാം ഒരു നാളും പിരിയുകയില്ലിനി നാം. മഴമുകിൽ ചിത്രവേല മകയിരം ഞാറ്റുവേല മരതക പട്ടുടുക്കാനൊരുങ്ങുന്ന വയലേല മനസ്സിൽ നീ നിൻ മനസ്സാം മലർച്ചെടി പാകി മറക്കുവതെങ്ങനെ ഞാൻ ആ പുലരി മറക്കുവതെങ്ങനെ ഞാൻ. പാട്ട് ചേട്ടന് ഇഷ്ടമില്ല. ഈ പാട്ട് നമ്മൾ കാറിൽ പോകുമ്പോ വെക്കുമ്പോഴായാലും ഞാൻ വല്ല പണിയെടുക്കുമ്പോ ഇത് വെച്ചിട്ട് കേക്കായാലും അപ്പൊ ചേട്ടൻ പറയും എനിക്ക് ഈ പാട്ട് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ കേൾക്കാൻ ഭയങ്കര രസം തോന്നുന്നു. അപ്പൊ ഞാനിത് ഇഷ്ടപ്പെട്ടു ഈ പാട്ടിന്. അതെ, ഇപ്പൊ നീ പാടിപ്പോ ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. അപ്പൊ ഈ പാട്ട് പാടി നമ്മള് വൈകുന്നേരം 6 മണി ആയി. അപ്പൊ നമ്മള് നമ്മളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആര് പറഞ്ഞതാ? അതൊരു തമിഴ് ചാനലിൽ കണ്ടതാ. സ്റ്റഫ്ഡ് മുളക് ബജ്ജി നമ്മള് ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് പക്ഷെ സാധാരണ മുളക് ബജ്ജി അല്ല, സ്റ്റഫ്ഡ് മുളക് ബജ്ജിയാണ്. അപ്പൊ 5 മുളക് ബജ്ജി നമ്മുടെ എടുത്തിട്ടുണ്ട്. അല്ല, ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇതല്ല ഒരു കടങ്കഥ. ഇതിന്റെ പേര് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉണ്ടാക്കണ പലഹാരത്തിന്റെ പേരാവുന്നു. ഇത് മുളക് ബജ്ജി. ബജ്ജി മുളക്.
തിരിച്ച് സോറി, മുളക് ബജ്ജി ഇതിന്റെ പേര്. അച്ഛാ ഇതിന്റെ പേര് ബജ്ജി ബജ്ജി മുളക് ഉണ്ടാക്കി കഴിയുമ്പോൾ മുളക് ബജ്ജി ആയിട്ട് മാറും. അതെ, ഈ മുളക് മുളക് ബജ്ജിക്ക് ഇതിന് ഭയങ്കര വിലയുണ്ട്. ഇപ്പോൾ 250 ഗ്രാമാണ് ഇപ്പോൾ ഈ സാധനം വാങ്ങിച്ചത്. അതിന് 40 രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഈ മുളക് ബജ്ജി കടകളിലുണ്ടാവും എനിക്ക് അറിയില്ല. കാരണം ഒരു എണ്ണം കൂടി ഉണ്ട്, അത് ഇത്തിരി വലിപ്പം കൂടുതലായ കാരണം 6 കിട്ടി. അപ്പൊ ഈ സാധനം 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുതലാവില്ലല്ലോ. അത് 10 രൂപയാണ് ഒരു ബജ്ജിക്ക് അല്ലേ? സാധാരണ എല്ലാ ബജ്ജികൾക്കും പഴംപൊരികൾക്കും നമ്മള് വാങ്ങിക്കാറില്ലേ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ? അപ്പൊ ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. സരിദിന് ഇതിന്റെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലേ? ഞാനും ഹെൽപ്പ് ചെയ്യും. പറയും. ഇത് ആദ്യം നടു പൊടിക്കണ്ടേ? അത് നടു ഇങ്ങനെ പതുക്കെ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം കളയണം. ഒന്നും കളയരുത്, വാല് കളയരുത്. ഇവിടെ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കുരു, ഓപ്പറേഷൻ ചെയ്യാൻ പോകണം. അതിന്റെ ഉള്ളിലത്തെ അവയവങ്ങളെല്ലാം അതെടുത്ത് പുറത്തിടണം, ഉള്ളു പൊള്ളയേക്കണം. 2 ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ മാഷ് ചെയ്യണം. ഞാൻ അന്ന് സ്മാഷ് എന്ന് പറഞ്ഞു. കുറേ പേര് എനിക്ക് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. സ്മാഷ് അല്ല, മാഷാന്ന് പറഞ്ഞിട്ട്. കല്ലപ്പുള്ള സാധനം ഉണ്ടാവും. കല്ലപ്പുണ്ട്. ഇത് മഴയാ? മഴയും കഴിയുന്നല്ല. ഇതിന്റെ ഉള്ളിൽ അവരെങ്ങനെയോ കളയണത് കാണിച്ചിട്ടില്ലേ? ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാ പിടിച്ച പണിയാണ്. അവിടം വരെ കീറി കേട്ടാ കീറിയിട്ടില്ലേ? കീറി കഴിഞ്ഞാൽ ഇത് വിടും. സ്പൂണിന്റെ വാലോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. മറ്റേ സ്പൂൺ ചെറുതുകൊണ്ട് കൈ നീറുണ്ടാ? ഒന്നുമില്ല. നീ വിളക്ക് വെച്ചോ. ഇതിലേക്ക് കുറച്ച് സബോള, ഇത് ഒരു വലിയ സബോളയുടെ ഒരു 1/4 ഭാഗം പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഇടാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി വേണം. അതുപോലെ ആക്കിയാൽ മതി ചേട്ടാ. ഇതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇടാ. അതിൽ ജീരകപ്പൊടി ആട്ട ഇടണം കണ്ടേ. ഞാൻ പക്ഷെ ഇത്തിരി ഗരം മസാല പൊടിയാണ് ഇടണം, ലേശം. പിന്നെ ഉപ്പ് പറഞ്ഞ പോലെ നല്ല മണം വരുന്നില്ലേ, എരിവുള്ള മുളകിന്റെ മണം. ഇതിന്റെ ഉള്ളിലത്തെ സാധനം കളയുമ്പോ എങ്ങനെയാണെന്നറിയോ ചേട്ടന്റെ ചിലപ്പോൾ നീറും. ഇതിന്റെ ഇപ്പൊ ഈ ടീസ്പൂണിന്റെ തലക്കിൽ ഇങ്ങനെ ഒരു വയറ് വേണം ഇങ്ങനെ. അപ്പോൾ അവിടെ ഒരു TV വയ്ക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നിന്റെ മൂക്കിൻ്റെ ഓപ്പറേഷൻ ചെയ്തില്ലേ അതുപോലെ. എൻ്റെ ചേട്ടാ ഒന്നുമില്ല, എൻഡോസ്കോപ്പി ചെയ്യണമെന്നാണ് പറഞ്ഞു വരണേ. പുട്ടു ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ളതാണ് കേട്ടാ ഈ കൂട്ട്. സിമ്പിൾ സാധനമാണ് കേട്ടതില്ലേ. ഞങ്ങളേ മത്സരിച്ചുണ്ടാക്കാന്ന് വിചാരിച്ചു. വേറെ സാധനം ഞാൻ ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതെ, മഴ പെയ്യല്ലേ. മഴ പെയ്യുമ്പോൾ എനിക്കിഷ്ടം എരിവുള്ള സാധനം കഴിക്കാനായിട്ട്. കട്ടൻ ചായയുടെ കൂടെ മഴ പെയ്യുമ്പോൾ എരിവുള്ള സ്നാക്സ് ഇല്ലേ, അതെനിക്കിഷ്ടം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മധുരമുള്ളതാണ് നല്ലതെന്ന്. ഞാൻ പറഞ്ഞു എരിവുള്ളത് നല്ലത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ അങ്ങനെ എരിവുള്ളത് ഉണ്ടാക്കിയോ, ഞാനൊരെണ്ണം മധുരമുള്ളത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ഇതുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇതല്ലെങ്കിലും ഉണ്ടാക്കി നോക്കാൻ എനിക്ക് അത് കണ്ടപ്പോൾ തമിഴ് ഫേസ്ബുക്കിലാണ് കണ്ട റീൽസ് ഇത് സാധനം. അപ്പോൾ എനിക്ക് തോന്നി നല്ല രസം ഉണ്ടാവും തോന്നിയപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ടേസ്റ്റുള്ളതാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ചേട്ടൻ മധുരമുള്ളത് ഉണ്ടാക്കും, ഞാൻ എരിവുള്ളത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേട്ടൻ മധുരമുള്ളത് ഉണ്ടാക്കരുതില്ലേ, പഴം ഉണ്ടല്ലോ, പഴം നെയ്യും ശർക്കര ഉണ്ടല്ലേ, അതുണ്ടാക്കേണ്ട സാധനം. സമയം കുറേ പിടിക്കും, അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കിയിരിക്കുന്നു. ഈ പാത്രത്തിൽ നമുക്ക് ഇതിൻ്റെ മാവ് കലക്കാം. കഴുകുക അല്ലേ. മാവ് കലക്കാൻ പോണില്ലേ. ഈ മുളക് ബജ്ജി ആവുമ്പോഴേ ഇതിൻ്റെ പുറം ഭാഗം ഭയങ്കര മിനുസായതുകൊണ്ട് പിടിക്കില്ലേ. അപ്പം ഭയങ്കര കട്ടിയിൽ വേണം മാവ് ഉണ്ടാക്കാൻ. ഇത് ഒരു ടീസ്പൂൺ എടുത്തോ. മതിയോ? 4 സ്പൂൺ ഇട്ടു. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് നിറയ്ക്കണം. ഇനി അരിപ്പൊടി അരിപ്പൊടി കുറച്ച് മതി. ഇത്ര മതി. കോൺഫ്ലോർ അവർ അതിൽ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി അതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് അവര്. അരിപ്പൊടി കൂടുതൽ ചേർത്താൽ വടി ഇതുപോലെ
കോൺഫ്ലോർ ഇട്ടു. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ലേശം മതി. ഒരു 2 നുള്ളല്ലേ? ഇത്രക്ക് വേണോ? മതിയില്ല. കായപ്പൊടി ഇനി കുറച്ച് മുളക് പൊടി ഇടാൻ പോണം. കാശ്മീരി മുളക് പൊടി ഇട്ടാലും മതി. മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, കായപ്പൊടി വാങ്ങിക്കണല്ലേ? ഇതിന്റെ മണമൊക്കെ പോയാവോ? ഞാനാക്കണ മാർക്ക് താങ്ങ. കായപ്പൊടി ഇട്ടുണ്ട്. ഉപ്പിടാം. അയ്യോ മതി. നമുക്കിതിൽ വെള്ളം വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് കട്ടി വേണം, ഭയങ്കര കട്ടിയിൽ വേണം. നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതിട്ടാ. ആദ്യം കടലമാവ് വാങ്ങിക്കുന്നത് നമ്മൾ കൊക്കുവടയ്ക്ക് മാത്രമാണ് വീട്ടിലുണ്ടാകുന്ന പലഹാരം. കടലമാവ് ഭയങ്കര വില കൂടിയ സാധനം കടലമാവ്. അന്ന് എപ്പോഴും വാങ്ങിക്കുന്ന സാധനമല്ലേ കടലമാവ്. ഇപ്പം എല്ലാ വീട്ടിലും കടലമാവ് ഉണ്ട്. കടലമാവിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കണത് അറിയൂ? മൂത്ത് തയ്ക്കാൻ കടലമാവ് വീടുകളിൽ കൊക്കുവടി ഉണ്ടാക്കില്ലേ? എന്റെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? കൊതുകുണ്ടാ? ഇപ്പൊ ഇന്ന് കൊതുകില്ലല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ? ചരിത ഭയങ്കര മഴക്കാർ വരുന്നുണ്ട്. ഇതേ ഫ്ലാറ്റിന്റെ മുകളിൽ മഴക്കാരായി. ചേടാ, ആ ഫ്ലാറ്റ് അവിടെ പണിതില്ലായിരുന്നെങ്കിൽ ഇവിടെ മഴ പെയ്തില്ല അല്ലേ? വേഗാക്കിപ്പോ ഈ കട്ടിയില് ചെയ്ത് നോക്കിയാ? അയ്യോ, ഈ കട്ടിയില് അത് മുങ്ങില്ലല്ലോ. ഇല്ലേ, പൊട്ടും കൂടി വെക്കുക. ഞാക്കാം നീ മറ്റേ നിറയ്ക്കാൻ നോക്കിയോ? ഏത് നിറയ്ക്കണു? അരേ ഇത് പോരാ ചേട്ടാ മാവ്. ഇത് എന്നിട്ട് ചെയ്യണമെന്ന് അറിയോ? അവർ ചെയ്ത ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്ലാസ്സിലാണ് മാവ്, ഇത്രക്ക് മാവ്. അപ്പം ഇങ്ങനെ മുക്കാ സുഖ. ആ ഗ്ലാസ് അവിടെ ഇരിക്കുന്നുണ്ട് വർക്ക് ഏരിയയില്. ഇത് കറക്റ്റാ. പക്ഷെ ആ ഗ്ലാസ് നിറച്ചാക്കണെങ്കിൽ ഇതിലും കൂടുതൽ വേണം. തല തിരിച്ചാക്കിയാൽ മതി. ഈ തല പൊക്കിയാൽ മതി. അല്ല, അതിന്റെ മറ്റേ ഞെട്ടിയല്ലേ ഇത്? അതില് ചീണ് കണ്ടതാ. അതില് ആ ചെക്കൻ ചീണ് കണ്ടതാ. ഇതിരിക്ക് ആ വലിയ ലോഡ് വേണം. ഒരു കൂട്ടും കൂടി വേണ്ടി വരും. ഒരു കൂട്ട് മതിയാവും അല്ലേ? ഇത്രയ്ക്കും കൂടി കളിക്കാൻ മതിയാവോ? ഇത്രയ്ക്ക് പോരാ. ഓക്കെ, ഞാൻ കലക്കാം. നീ അപ്പഴേക്കും നിറക്കി എനിക്കിത് ആയിരിക്കാം. ഒരു മിനിറ്റ്, ഞാനിടാം. ഐഡിയ ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഓരോ മുക്കലിന് ഇത് അളവ് കുറയില്ലേ? ഇതിന്റെ അളവ് കുറയില്ലേ? അപ്പൊ വീണ്ടും കലക്കാൻ നിൽക്കണ്ടേ? അത് ശരിയല്ലേ? അല്ല, അതൊന്ന് ചെരിച്ച് ആക്കാം നമുക്ക്. എങ്ങനെ ചെരിച്ചു വരാൻ പറ്റില്ല. നോക്കാം. എന്തായാലും അപ്പൊ ഇനി കായപ്പൊടി ഇടട്ടാ. ഓക്കെ കേട്ടോ. അപ്പൊ അതിലിട്ട സാധനം നിങ്ങൾ തന്നെ വീണ്ടും ഇട്ടു കേട്ടോ. നമ്മള് കുറച്ചും കൂടി ഉണ്ടാക്കണം. കൊതുവില്ലാന്ന് പറഞ്ഞോളൂ ചേട്ടൻ. കൊതു വന്നു തുടങ്ങി. കേട്ടു ചന്ദ്രതിരി കോൺഫ്ലോർ അല്ലേ? അരിപ്പൊടി ഇട്ടാ? എല്ലാം ഇട്ടില്ലേ? എല്ലാം ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ? ഇട്ടു. മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വിളിക്കുന്നത് മതിയാവില്ലേ ചേട്ടാ? നിറയ്ക്കാൻ പോട്ടെ നമ്മള്. നീ അത് നിറയ്ക്കുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഇത് നിറയ്ക്കണം. ഐഡിയ ഒക്കെ നല്ല തന്നെയാണ് കേട്ടാ. ഇതില് ഞാൻ മുളക് ബജി കഴിച്ചിട്ടുണ്ട് എപ്പോഴേലും. എക്സിബിഷനിൽ പോയപ്പോ കാണിച്ചു തന്നു ചേട്ടാ മുളക് ബജി. ചേട്ടാ വാങ്ങിച്ചെന്നുണ്ടോ? കഴിഞ്ഞതിന് മുൻപല്ല, ഒരു 3-4 കൊല്ലം മുമ്പാണ് വാങ്ങിച്ചു തന്നിട്ടുള്ള ഓരോ ഓർമ്മ എനിക്ക് ഇതില്. ചേട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കണത് ഇഷ്ടമില്ലല്ലോ പുറത്തുനിന്ന്. പിന്നെ ഇത് നിറച്ചു വിട്ടാ. തീ കത്തിച്ച് വെളിച്ചെണ്ണ ആക്കിയാലോ? ഒഴിച്ചാലോ? ഇതിങ്ങനെ നിറച്ചു. തീ കത്തിച്ച് പാത്രം അടപ്പത്ത് കഴിയുന്നു കേട്ടാ. മസാല കൂട്ടിയത് കൂടുതലായ? ഏത് കൂട്ടിയത്? അത്. അയ്യോ, ഇത് മുക്കുമ്പോ പുറത്തേക്ക് പോവോ? നോക്കി നോക്കാം. ഇത്തിരി എടുക്കാതെ വേണമെങ്കിൽ. അത് അതിന്റെ അളവിലേക്ക് വ്യത്യാസം വരില്ലല്ലേ? അപ്പൊ ഇത്തിരി എടുക്കാം. ആർക്കിമിഡീസ് തത്വം കേട്ടിട്ടില്ലേ? യുറേക്ക അതന്നെ. വേണമെങ്കിൽ നമുക്ക് ഇരിക്കിടാലോ. അതന്നെ, അത് കുറയണതിനനുസരിച്ചിട്ട് ഇടാം. സംഗതിയൊക്കെ കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാല്ലേ? മുങ്ങി കിടക്കണ്ടല്ലോ. പിന്നെ മുങ്ങി കിടക്കണം. കണ്ടമാനം വെളിച്ചെണ്ണ വേണ്ട. ഇത് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ.
നിന്നോട് ആരെങ്കിലും ഈ വെളിച്ചെണ്ണ പാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ വെളിച്ചെണ്ണ പാത്രം എവിടെ നിന്നാ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. ഇത് ആമസോണിൽ നിന്നാണ്. പക്ഷെ ആമസോണിൽ നിന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ട് അത് ലീക്ക് വന്നു ഇത്ര. ഇത് നമ്മുടെ എത്ര നാളായി, അതിനൊരു കുഴപ്പമില്ല. ഇതിപ്പോ ഒരു 3 കൊല്ലം 4 കൊല്ലം ഉണ്ടാവില്ലേ ഈ സാധനം? ആ, ഒരു കുഴപ്പമില്ല. 500 രൂപയാന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ വില. 450 അങ്ങനെ എത്രയും കൂടെ ആയിരുന്നു. 3 എണ്ണം നമുക്ക് വല്ലാണ്ട് വെളിച്ചെണ്ണ വയ്ക്കണ്ട, അത്രയ്ക്ക് മതിയില്ലേ മുങ്ങുമ്പോ? മുങ്ങണം. ഇത് മതിയായിരുന്നു, ചീഞ്ചട്ടി മതിയായിരുന്നു ചേട്ടാ. ഇത് അല്ലേ മുങ്ങണം, എന്തോരം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. 3 എണ്ണം നമ്മുടെ നിറച്ച് കഴിഞ്ഞു. നമ്മൾ ചീഞ്ചട്ടി മാറ്റിയിട്ടാ, ചീഞ്ചട്ടി ആക്കി ഇത് മാറ്റാം. നിറച്ചു, എല്ലാം നിറച്ചു. ഇത്രയ്ക്ക് ബാക്കിയുണ്ട് ചേട്ടാ. ഇത് നമ്മളെ കണ്ടമാനം കണ്ട എല്ലാം നിറച്ചു. ബാക്കിയുണ്ടല്ലോ തിരി, കുഴപ്പമില്ല. ഇത് മാറ്റി കണ്ടമാനേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും ഈ പറഞ്ഞ പാത്രത്തിലാകുമ്പോൾ. ചീഞ്ചട്ടി ചൂടായി. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കാം. അയ്യോ, ചാലിന് കടിച്ചു. പേളി കടിച്ചു. ചാലിൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞ്, ഞാൻ വിടൂലറ പട്ടി, വിടൂലറ, ഞാൻ ഇങ്ങനെ തന്നെയാ നടക്കുള്ളടാ. അതിവിടെ പറയേണ്ട ആവശ്യമില്ല. നോക്കിയേ, കഴുത്തിൽ പിടിച്ചിട്ട് നോക്കിയേ, ചാലിന് പിടിച്ചിട്ട് കേട്ടാ, ഞാൻ എങ്ങരുത് കേട്ടാ. അയ്യോ, എൻ്റെ ഭയങ്കര കൂട്ടുകാരനൊരു ടൈസ വേണ്ട, 2 പേരുടെ ഇടയിലേക്ക് നീ പോണ്ടാ ടൈസ. ആട്ടുമുട്ടന്മാര് ഇത് കൂടുമ്പോ അതിന്റെ ഇടയിലേക്ക് പെട്ടിട്ട് പോയിട്ടുള്ള കുറുക്കന്റെ അരകഥയെ നോക്ക്. ചേട്ടാ, പട്ടികൾ അവിടെ ആവശ്യത്തിന് കുരക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ തൊട്ട് അവിടെ ചെന്ന് പറയണ അതിന്റെ ഇടയില്. അല്ല, ഞാൻ ഇപ്പൊ നോക്കിയേ, കഴിഞ്ഞു. അന്തരീക്ഷം തണുത്തു. അയ്യോ, പൊട്ടിയാ ചാർലിയുടെ മേല്? സരിത വെളിച്ചെണ്ണ ചൂടായി ഇറങ്ങി. തീത്തിരി കുറയ്ക്കാം അല്ലേ? ഇനി ഇടാം അല്ലേ? അപ്പൊ നമുക്ക് മുക്കല്ലേ? ആദ്യം ഞാനാ മുക്കണ്ടേ? അപ്പൊ ഫസ്റ്റ് എത്തിയെടുത്തു കേട്ടാ. മുക്കാന്ന് പറയുമ്പോഴേ മറ്റേ സുരാജ് അഞ്ഞാറങ്ങോട് വഴി പറഞ്ഞു കൊടുക്കണതില്ലേ? ആ ടീസ്പൂൺ എടുത്തേ, ടീസ്പൂൺ എടുത്തേ. ഈ ടീസ്പൂൺ എടുത്തേ, മറ്റേ ടീസ്പൂൺ കുഴപ്പമില്ല. ഇതിന് മുകളിലേക്ക് ആക്കട്ടെ. ഇത് ഇത്ര ഉള്ളോ? ആഹാ, പറഞ്ഞവിടെ നല്ല ഐഡിയ കേട്ടത്. പക്ഷെ ഇനി പിടിക്കോ നോക്കിയോ, അത് എടുക്കുമ്പോ ഒക്കെ പോരിച്ചെങ്കിലോ എടുക്കാം. പിടിച്ചൂലേ? ഒരുമാതിരി മാവൊക്കെ കഴിഞ്ഞല്ലോ. കറക്റ്റാണ് കേട്ടോ. കുറച്ച് സമയം പിടിച്ചതൊക്കെ പോവും ചേട്ടാ. ഇട്ടോ. അയ്യോ, വെളിച്ചെണ്ണ ചൂടായിട്ടില്ലേ? അയ്യോ, മുക്കറി അതിനെ തലക്കി പിടിച്ചൊരു മുക്കറി. ആ ടീസ്പൂൺ എടുക്ക്. ഈ സൈഡേ ഇതില് ഈ കമ്പുകാരനെ കുഴപ്പമോ, അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. ഈ കമ്പില് വെളിച്ചെണ്ണ ചൂടായിട്ടില്ലേ ചേട്ടാ? കുഴപ്പമില്ല. എന്തായാലും ആദ്യത്തെ നമ്മുടെ കുളമായിരിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല. ചെറുത് ഈസി ആയിട്ടാക്കാം. അത് ഈയാക്കി വേണ്ട ചേട്ടൻ ചെയ്താൽ മതി. മാവ് ഇനിയും കലക്കേണ്ടി വരും. മാവ് കലക്കൊന്നും വേണ്ട. അതിലേക്ക് മാവ് ഇടട്ടെ. ഇത് മുങ്ങും പോവും. കുഴപ്പമില്ല, അത് ശരിയോളും. ഇത് ഈ കമ്പ് അടുത്തിടാൻ പോണത്. അതുപോലെ മുങ്ങി കിടക്കണം. ചെറിയ മുളകുകൾ നോക്കി വാങ്ങിച്ചാൽ മതി. അബദ്ധം പറ്റി, ഇത്ര വലിയ മുളക് വാങ്ങിക്കേണ്ട ആവശ്യം ഇനിയും കലക്കേണ്ടി വരും. ഇല്ലേ, തന്നെ മതി. ഇതോടെ പിയ്യാൻ നമുക്ക് പെയിന്റ് അടിപ്പിക്കാം. ഇത് മടുത്തത് അതൊന്നും പുറത്തില്ല. ഈ വക്കത്തേക്ക് പുറത്തേക്ക് ആക്കരുത്. 2 മീതട്ടാ മതി. അപ്പൊ കറക്റ്റ് ആയിട്ടാ, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഞാൻ കലക്കാം. കലക്കണ്ട, നീ ഒന്നും കലക്കണ്ടത്. എന്നിട്ട് എനിക്ക് അല്ല, ഇതും കൂടി ഉണ്ടാക്കണ്ടേ? അതുള്ളത് ഇതുമെന്ന് എടുത്തിട്ട് നമുക്ക് പെയിന്റ് അടിപ്പിക്കാം. ഇല്ല, അത് എനിക്കുള്ളത് ഉണ്ടാവില്ല. നോക്കി നോക്കാം. ചെറിയ മുളകൾ വാങ്ങിക്കണ്ടായിരുന്നു അല്ലേ? ഇത് വണ്ട മുളകായില്ലേ? ഐഡിയ ഒക്കെ നല്ല ഐഡിയ കേട്ടാ. അത് ക്ലാസ് ഐഡിയ. തീത്തിരി കുറയ്ക്കാനി, തീ കൂടുതലപ്പോ കരി. ഇതുകൊണ്ട് നമുക്ക് സിനിമയ്ക്ക് പോയാലോ? നടത്താൻ പറ്റില്ല. ഇന്റർവെല്ലിന് കഴിക്കാനായിട്ട്. ഇത് വണ്ടമുളക് ബജ്ജി. ഇത് 3 എണ്ണം മതിയാവൂല്ലേ? അല്ല, 4 എണ്ണം മതിയാവൂല്ലേ? നമുക്ക് ഒരെണ്ണം തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മുളക് സ്റ്റഫ് ചെയ്ത് ചെയ്യാം. നമുക്ക് എന്തായാലും ചെയ്യാം. എടുക്കാല്ലേ സരിത? ആയില്ലേ? എന്തുണ്ടാവും ഉള്ളിലത്തെ മുളകൊക്കെയും? എന്തുണ്ടാവൂല്ലേ? അറിയില്ല ഇതിന്റെ കാര്യമായിട്ട്. മുളക് പെട്ടെന്ന് പോകും. ഫസ്റ്റ് എടുക്കാം.
ചെറുേട്ടൻ്റെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ മുളക് ബജി കുഴിച്ചിട്ടിട്ട്. അങ്ങനെ നമ്മുടെ മുളക ബജി എന്തിരുകൊണ്ടനത് അതൊരെണ്ണം ഒരാൾക്ക് തിന്നാൻ പറ്റില്ല. ഇതേ അടുത്തിടാൻ പോണു. ഇത് വണ്ടണ സൈതാ അതൊക്കെ ഉള്ളൂ. അത് നീളം കൂടുതലാണ്. ഞാൻ ഇതിരിക്കുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരട്ടെ. സവോളയും വിളകൂട്ടിട്ട് ഇത് ഞാൻ പെയിന്റ് അടിപ്പിക്കാം. അത് വൃത്തിയുള്ള എങ്ങനെ പെയിന്റ് അടിക്കാൻ പോണ ചേട്ടൻ? ഇതല്ല ഇതിലപ്പുറം. അല്ല നീ മാവ് കൂട്ടേണ്ട പരിപാടിയില്ല. ശരിയാ. പിന്നെ ബജ്ജി വാങ്ങിക്കുമ്പോ ഇത്രയ്ക്കധികം കടല മാവൊന്നും മീൻ ഉണ്ടാവില്ല. നമ്മള് ഇത്ര കട്ടി വേണ്ടെന്ന് തോന്നില്ല. പക്ഷെ അത് ഇതിന്റെ കോട്ടിങ് ടേസ്റ്റ് അല്ലേ? കോട്ടിങ് ഉണ്ടാവുമ്പോ അയ്യോ പോന്നു പൊട്ട പോന്നിട്ടല്ലോ. അങ്ങനെ വളഞ്ഞെടുക്കണ കറക്റ്റ് മുങ്ങിയിടുന്നത് വളവിള കാരണം. ഇതിനും അതുപോലെ നമുക്ക് ലാസ്റ്റ് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വരണം. ഞാൻ ഇനി ചമ്മന്തി കൊണ്ടാണ് നീ കട്ടൻ ചായ കാപ്പി ഉണ്ടാക്കിയാൽ മതി. ഇവിടെ കാപ്പി ഉണ്ടാക്കിയാൽ മതി. അവിടെ കാപ്പി ഉണ്ടാക്കിന്നോണോ? ഏയ് ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. വാ എന്നാക്കിക്കോ. നമ്മുടെ രണ്ടാമത്തെ എടുക്കണം. ഒരെണ്ണം ഉണ്ട്. 5 നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര സാധനം. ഒരെണ്ണം തന്നാൽ മതി, വിശപ്പ് മാറും. ലാസ്റ്റത്തെ കണ്ട അതിൽ മുങ്ങില്ല. ഭയങ്കരമായി മനോഹരമായ ബജ്ജി റെഡിയാക്കി. 4 കാപ്പി ചായ, കട്ടൻ ചായ, പിന്നെ ചമ്മന്തി. അതിലേ ബജ്ജി കുറച്ചുകൂടി നല്ല ചുവപ്പ് കളറായിട്ടിരിക്കുക. ആ മാവില് കാശ്മീരി മുളക് പൊടി ഇടണ്ടായിരുന്നു. ഇതൊന്നും കുഴപ്പമില്ല. ചമ്മന്തി ഇട്ടു. ഇതൊരെണ്ണം മുഴുവൻ തിന്നൂർക്ക് എന്നോണ്ട് പറ്റില്ല. ഒരെണ്ണത്തെ നമുക്ക് പിടിച്ചോ നമുക്ക്. ഞാനാദ്യം കഴിക്കാൻ പോകട്ടെ. എല്ലാവരും കഴിച്ചോട്ടാ. ഉരുളങ്ങാണ് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ രസമുണ്ടാ. ഞാനാണെങ്കിൽ എൻ്റെ മുഖത്തും മുഴുവൻ എരിവായിട്ടിരിക്കുക. എന്താ ഭയങ്കര എരിവാ? ഭയങ്കര എരിവാ ചേട്ടാ. ഈ മുളക് കഴിക്കാൻ പറ്റും ചേട്ടാ. ഭയങ്കര എരിവ്. അയ്യോ ഇത് ബജ്ജി മുളകൊന്നല്ല, ഇത് വേറെ ഏതാണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ എരിവ് കുറവാണെങ്കിൽ. അയ്യോ അതെ നാവിന്റെ തുമ്പ് കുഴിഞ്ഞു പോണ പറഞ്ഞു. കാപ്പി കുടിച്ചോ? പൊട്ട് കുടിച്ചു നോക്കിയാ. കാപ്പി കുടിക്കാൻ പറ്റില്ല. അത് ചൂടുള്ള കാപ്പി. ചൂടില്ല. ചൂടുണ്ട്. ഇല്ല. ഇത് ഒരു കാര്യം ചെയ്യാം. അതിന്റെ പുറത്തത്തെ കോട്ടിങ്ങും അതിന്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് തോണ്ടിയിട്ടും പിന്നെ അല്ല കഴിക്കാൻ പറ്റും. എരിവുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അയ്യോ അത് വെക്കാൻ മറന്നു. എന്റെ എരിവ് പോയിട്ടില്ല. ഞാനിത് കഴിക്കാൻ പോകണം കേട്ടോ. ഒരെണ്ണം കഴിക്കാൻ പറ്റുമോ? നല്ല രസമുണ്ട്. അപ്പൊ ചേട്ടന്റെ മുഖം എന്തുമാതിരി നീറിണ്ടാവും. അത് മുഴുവൻ അത് ഇങ്ങനെ കീറിയിട്ട് അതിന്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയുമ്പോ തന്നെ നല്ല എരിവുള്ള മുളകിന്റെ മറ്റേ ചൂഞ്ഞ മുളകില്ലേ, കാന്താരി മുളകൊക്കെ നല്ല എരിവുള്ള നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കണ മത്തങ്ങ മുളകൊക്കെ ഇല്ലേ, അതിന്റെ മണം വന്നു തുടങ്ങൂ. ഒരു കാര്യം എന്നിട്ട് നല്ല ടേസ്റ്റ് ചെയ്യാൻ പോണതിന് മുന്നേ ചേട്ടനൊന്ന് പോയിട്ട് ആ കൈ അതിൻ്റെ ഉള്ളിലത്തെയൊക്കെ ചേട്ടൻ കൈ കൊണ്ട് കളഞ്ഞിട്ടേ ആ കൈ സോപ്പിട്ടൊന്നും കഴുകിണ്ടായിരുന്നില്ല. എന്നിട്ട് ആ കൈ കൊണ്ട് അവിടെ പോയിട്ട് മുഖം അങ്ങോട്ട് കഴുകി വെറുതെ ഇത്തിരി വെള്ളം കൊണ്ട്. എന്നിട്ട് മുഖം മുഴുവൻ നീറിയിട്ട് സോപ്പിട്ട് 2-3 സ്റ്റെപ്പ് സോപ്പിട്ട് അത് പോയാ നീറ്റം പോയാ ഇപ്പൊ ഉണ്ടല്ലേ. ഒരു കഷ്ടത്ര നല്ല സാധനം ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാണ്ടായില്ലോ ദൈവം. നല്ല ടേസ്റ്റുള്ള സാധനമാണിത്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെ മിളകിന്റെ എരിവില്ലേ, ബജ്ജി മിളകിന്റെ എരിവാണ് ഇതിൽ നിൽക്കുന്നത്. കഴിച്ചോട്ടെ ഞാൻ എരിവ് പോയി എന്റെ. പിന്നെ ഭയങ്കര ടേസ്റ്റാണ് സാധനം. അയ്യോ ആ ഉള്ളിലത്തെ നിറച്ചതൊക്കെ എന്ത് രസല്ലേ. നീ കഴിക്കില്ലേ? ജഗുവിനെ ഞാൻ നിർബന്ധിക്കണില്ല എരിവ് കാരണം. ചമ്മന്തിയും രസമുണ്ട്, പുറത്തത്തെ കോട്ടിങ്ങിൻ്റെ രസമുണ്ട്, ഉള്ളിൽ നിറച്ചതിൻ്റെ രസമുണ്ട്. ആ ഉള്ളിൽ നിറച്ച സാധനല്ലേ അത് മാത്രം എടുത്തിട്ട് ഈ കോട്ടിങ്ങിൽ മുക്കി വറുത്താൽ മതി. വെറുതെ 40 രൂപ കൊടുത്തിട്ട്. ചേട്ടൻ എന്താ എരിയാത്ത? ഞാൻ മറ്റേ സാധനം തന്നല്ലേ, മറ്റേ കുമ്പിടീനെ പോലെ ക്യാമറ ഓഫ് ആക്കി അവിടെ മറ്റേ എന്താ പറയാ പൈപ്പിന്റെ അവിടെ പോയിട്ട് ഇങ്ങനെ കാണിക്കോ. ഞാൻ എരിവുള്ള സാധനം എന്നിട്ട് ഇവിടെ ഇവിടെയൊക്കെ വിറക്കണൂന്നാ, ഇവിടെ ഇവിടെയൊക്കെ ഇടിക്കണു എന്തൊട്ടൊക്കെയോ പറഞ്ഞോടന്നു. ഇവിടെ മോളുടെ സാധനം പിടിച്ചു കൊണ്ടുപോയി നോക്കിയേ. അതുകൊണ്ടത്തെ കാര്യമാണ്. പിന്നാണെങ്കിൽ അയ്യോ കടഭാഗം പേര് ഒന്നുകൂടി കൂടിയാ തുമ്പ് ഇത്തിരി കടിച്ചോളോ.
നാവിന്റെ തുമ്പത്തെ എരിവ് ഇപ്പോഴും പോയിട്ടില്ലേ, ചുണ്ടുമ്പലും. മനുഷ്യനത് മൂക്കൊക്കെ ചുമന്നല്ലോ, ചുമന്നിട്ട് നോക്കിയ മുഖം. അല്ല, എനിക്ക് എരിവിന്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ വയർ തുടങ്ങി ഫാനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളക്ക് അറിയില്ലോ. ചിലപ്പോ ഈ മിളക് മാത്രാവോ. ചെറുതെടുത്തൊന്ന് കടിച്ചോട്ടെ, ഞാൻ ചെറുതെടുത്തിട്ട് ഞാൻ നോക്കാൻ പോവാട്ടാ. ഒരു എലി കെടുക്കണ പോലെ തോന്നുന്നുള്ളു ശരിക്കും ഇത് കാണുമ്പോ. ഇല്ലേ, ഇത് എലിയുടെ വാല്, ഇത് വായ, അത് കണ്ണ്, ഇല്ലേ തോന്നുള്ളു. ഇല്ലേ തോന്നുള്ളു എലിയുടെ പോലെ. ആ മൂക്ക്, കണ്ണ്, വാലൊക്കെ ഉണ്ട്. ഞാൻ കൂളായിട്ടൊന്നല്ല, ഇനി വേണമെങ്കിൽ ഞാൻ തരൂല, ഇത് തരൂല കേട്ടാ. അപ്പൊ നിർത്താം. ചമ്മന്തിയിൽ മുക്കിയിട്ട് കഴിക്കുമ്പോ രസം ഉണ്ടാവും. വിളക്കെടുത്ത് വെച്ചാ വരുവുണ്ട്. ഞാൻ ഫസ്റ്റ് കഴിച്ചാൽ പോട്ടൊക്കെ തരുവാ. കണ്ണീന്ന് മൂക്കിന്നല്ല, അവിടുന്ന് വെള്ളം വരുന്നുണ്ട് സകൽ. പിന്നെ എന്തിനാ അത് ഇങ്ങനെ വലിയതിൽ തിന്ന് കഴിച്ച? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ സാധനം കഴിക്കാൻ രസമല്ലേ, ഉള്ളിലത്തെ സ്റ്റഫ്. എരിവില്ലെങ്കിൽ കഴിക്കാൻ രസമുണ്ട് കേട്ടാ, അടിപൊളി സാധനം. അപ്പൊ എരിവില്ലാത്ത മിളകാണെങ്കിൽ അടിപൊളി സാധനം ഇതിനുണ്ട്, കണ്ടേ. അപ്പൊ ഞങ്ങള് കൽക്കി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോവാണ്. എത്ര മണി? ഇവിടെ 8:30 ഫണ്ണില്ല ബുക്ക് തന്നെ 3D. അപ്പൊ നിർത്താം. അടുത്ത വീഡിയോ വരെ കഴിക്കണം. എന്നിട്ട് തരുവില്ലടാ, ചെറുത് കഴിച്ചടാ. അയ്യോ, ഒരു വട്ടം ഇനി ഒരു വട്ടം ഒന്നും ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ വരെ നന്ദി, നമസ്കാരം.